മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മളോട് അർജുൻ ബ്രോ ഉണ്ട്. ബ്രോ സുഖാണോ അവിടെ? സുഖം ബ്രോ, സുഖം. അടിപൊളിയായിട്ട് പോണു. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ശരിക്കും പറഞ്ഞ ആർസനലിന്റെ സൈഡിൽ നിന്ന് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ടാണ് നമ്മൾ കഴിഞ്ഞ ഒരു 5-6 മത്സരമായിട്ട് കാണുന്നത്. അപ്പോൾ ചില മത്സരം ഡ്രോ ആവുന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ നിങ്ങൾ വളരെ വളരെ കൃത്യമായിട്ട് കംബാക്ക് അടിച്ചു. അല്ലെങ്കിൽ ആ ഒരു സ്കോർ ലൈനിൽ പിടിച്ചു നിന്ന് 3 പോയിന്റുകൾ സ്വന്തമാക്കുകയും ചെയ്തു. മറുവശത്ത് നോക്കിയാൽ സിറ്റി പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് കഴിഞ്ഞ ഒരു 5-6 മത്സരം? ആർസണലിന്റെ ഫിക്സ്ചേഴ്സ് സംബന്ധിച്ചിട്ട് ബ്രോ, അല്ല, ഫിക്സ്ചേഴ്സിന് പറയുന്നതിന് മുമ്പ് കുറച്ച് നല്ല ടഫ് മാച്ചസ് ഉണ്ടായിരുന്നു. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ബയേണിന്റെ കളിയോട് കൂടിയിട്ടാണ് തോന്നുന്നത്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് നല്ല കുറെ ഫിക്സ്ചേഴ്സ്, ചെൽസി, ആസ്റ്റൺ വില്ല 2 പ്രാവശ്യം കളിച്ചു. പിന്നെ ഇപ്പോ ബോൺമൗത്തിന്റെ ഹോമിൽ കളിച്ചു. അപ്പൊ കുറെ നല്ല ഫിക്സ്ചേഴ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു യൂഷ്വലി ആർസണലിനായിരുന്നു തോന്നുന്നു മേ ബി ഡിസംബർ അല്ലെ നവംബർ ഡിസംബർ ഫിക്സ്ചേഴ്സ് കുറച്ച് അധികം വന്നത്, ടഫ് മാച്ചസ്. അപ്പോ നല്ല റിസൾട്ട് തന്നെയാണ്. അതില് ആസ്റ്റൺ വില്ലയായിട്ട് ലാസ്റ്റ് കിക്ക് ഓഫ് ദ മാച്ചിൽ അവർ ഒരു ഗോൾ അടിച്ചു. പിന്നെ പിന്നെ വൂൾസിനെതിരെ ഭയങ്കര ലാസ്റ്റ് ആയിട്ട് ഒരു ഓൺ ഗോൾ വന്നു. അതിന് ഞങ്ങൾ കളി ജയിച്ചു. അപ്പൊ ശരിക്കും നോക്കുമ്പോ സാരമായ പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇപ്പുറത്തെ നോക്കുകയാണെങ്കിൽ മാൻ സിറ്റി ആണല്ലോ കാര്യമായിട്ട് ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ ആസ്റ്റൺ വില്ല ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടുന്ന ഒരു പൊട്ട് കിട്ടിയ സമയത്ത് അവർ ഓക്കെ ആയി. അപ്പൊ മാൻ സിറ്റി അവര് ഇപ്പൊ 3 കളികൾ അവർക്ക് ഡ്രോ ആയി ബാക്ക് ടു ബാക്ക്. അപ്പൊ അത് നല്ലൊരു ബൂസ്റ്റ് തന്നെയാണ്. അപ്പൊ ഇനി ഇന്നത്തെ കളി ജയിച്ചിട്ടുണ്ടെങ്കിൽ 8 പോയിന്റ് ക്ലിയർ ആവാം. ഒരു നല്ലൊരു ബ്രീത്തിങ് സ്പേസ് കിട്ടും. അതിന് അഥവാ എന്തെങ്കിലും ഗൂഫപ്പ് ആവുന്നുണ്ടെങ്കിൽ തന്നെ അത് റിക്കവർ ചെയ്യാനുള്ള ടൈമും ഉണ്ട്, പോയിന്റിന്റെ ഗ്യാപ്പും വരും ഈ കളി ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നടക്കുന്ന ആസ്നലിന്റെ മാച്ച്. സോ other than that എല്ലാം സൂപ്പർ ആണ് ബ്രോ. ആസ് എൻ ആർസണൽ ഫാൻ, കാൺ ബി ഇൻ എ ബെറ്റർ പൊസിഷൻ. അതെ, ഞാൻ എസ്പെഷ്യലി ഇഞ്ചുറി കഴിഞ്ഞ് വന്ന പ്ലേയേഴ്സിനെ പറ്റി ഒന്ന് പറയണം. എസ്പെഷ്യലി ഇസൂസ് ആയാലും ഓഡിഗാർഡ് ആയാലും ഇവരൊക്കെ സ്കോർ ഷീറ്റിൽ വരുന്നുണ്ട്. പതുക്കെ പതുക്കെ ഞാൻ പഴയ ഫോമിൽ എത്തിയെന്ന് പറയുന്നില്ല, പക്ഷെ പതുക്കെ കോൺട്രിബ്യൂഷന്റെ സൈഡ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഗോൾസ് വരുന്നു, അസിസ്റ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ കളിയിൽ ഇൻവോൾവ് ചെയ്യുന്നു. ഇപ്പോൾ ബെഞ്ചിൽ നിന്ന് വരുന്ന പ്ലേയേഴ്സ്, ഇപ്പോൾ ഗബ്രിയേൽ ഇല്ലാത്ത സമയത്ത് ബെഞ്ചിൽ നിന്ന് വന്ന പ്ലേയേഴ്സ് ആയാലും അല്ലെങ്കിൽ ഡിഫൻസിലേക്ക് വന്ന പ്ലേയേഴ്സ് ആയാലും എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതെനിക്കൊന്ന് സ്ക്വാഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. തീർച്ചയായിട്ടും ബ്രോ. ആ ഇഞ്ചുറി ലിസ്റ്റിൽ ഏറ്റവും ക്രിട്ടിക്കൽ ഇഞ്ചുറി ആയിരുന്നത് ഗബ്രിയലിന്റെ ആയിരുന്നു. കാരണം ആർസണൽ ടീമിനെ സംബന്ധിച്ചിട്ട് ഇപ്പൊ ഗബ്രിയൽ ഇഞ്ചുറിക്ക് മുമ്പ് ഓപ്പൺ പ്ലേയിൽ 20th പൊസിഷനിലായിരുന്നു, റൈറ്റ്? അതിന് മുമ്പൊക്കെ സെറ്റ് പീസസിലൂടെ ഗോൾ സ്കോർ ചെയ്തുകൊണ്ടിരുന്നത്. സെറ്റ് പീസസിൽ ഞങ്ങളുടെ ടാർഗറ്റ് മാൻ ഗബ്രിയൽ ആണ്, റൈറ്റ്? ഗബ്രിയൽ മെഗാലസ്. അപ്പോ പുള്ളിക്കാരൻ പോയതിനു ശേഷം അതിൽ 2 പ്രശ്നങ്ങളുള്ളത്. ഒന്ന്, സെറ്റ് പീസസിന് ഗോള് അടിക്കാൻ ആരുമില്ല. പിന്നെ ഉള്ളത് ഡിഫൻസ് ഭയങ്കര ഓപ്പൺ ആയി. ഓപ്പൺ വെച്ചാൽ മസ്കേറ, എൻകാപ്പിയ രണ്ടുപേരും നന്നായിട്ട് കളിച്ചു. പക്ഷേ അതിനുശേഷം വീണ്ടും മസ്കേറയ്ക്ക് ഇഞ്ചുറി വന്നു. പിന്നെ എൻകാപ്പിയെ കളിക്കേണ്ട വന്നു. അങ്ങനെ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. പിന്നെ അതിനിടയിൽ സലീബയ്ക്ക് ഇഞ്ചുറി വന്നു. അപ്പോൾ ഡിഫൻസിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് സർവൈവ് ചെയ്യാൻ പറ്റി. കാരണം മിഡ്ഫീൽഡ് ഒന്നും കൂടെ നന്നാക്കി ടൈറ്റ് ആക്കാൻ തുടങ്ങി, റൈറ്റ്? അപ്പോൾ സുബിമെൻഡി എക്സ്ട്രാ എഫേർട്ട് ഇടാൻ തുടങ്ങി. ഡെക്ലൻ റൈസ് അതുപോലെ തന്നെ ബോക്സ് ടു ബോക്സ് കളിക്കുന്നവരെ നല്ല ഡിഫൻസീവ് റേറ്റ് കൊണ്ടുവരാൻ പറ്റി. അപ്പൊ നോക്കുമ്പോൾ ഇഞ്ചുറി ലിസ്റ്റിൽ ഗബ്രിയലിന് ഇഞ്ചുറി ആയിരുന്നു കൂടുതൽ ആർസണലിന് പ്രശ്നം ഉണ്ടായിരുന്നത്, റൈറ്റ്? പിന്നെ ഓഡഗാർഡ് വന്നതിന് ശേഷം ഓഡഗാർഡിന് ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ മിക്കൽ ആർട്ടറ്റ പറയണ്ടായിരുന്നു, ഓഡഗാർഡിന്റെ ഇപ്പോഴത്തെ ട്രാൻസിഷൻ അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഇപ്പോഴത്തെ ഫോമിന്റെ കാരണം പുള്ളിക്കാരന്റെ തൊട്ട് പിറകിൽ എസെ ഉണ്ട്. പുള്ളിക്കാരൻ ഒരു സ്ലിപ്പ് അപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ എസേനെ വേഗം എടുത്തിടും. അപ്പൊ ആ ഒരു പുഷ് ഒഡഗാർഡിനുണ്ട്, റൈറ്റ്? ഇഫ് യു വോണ്ട് ടു പ്ലേ ആർസണൽ ടീമിനെ സംബന്ധിച്ചിട്ട് അതിന്റെ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ക്യാപ്റ്റൻ ആയതുകൊണ്ട് നീ എല്ലാ കളിയും കളിക്കണം എന്നില്ല, റൈറ്റ്? ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്. അപ്പോ എസെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അത് ഒഡഗാർഡിനെ ഓവർ പെർഫോം ചെയ്യാനാണ് സഹായിക്കുന്നത്. പുള്ളിക്കാരൻ ഇപ്പൊ കഴിഞ്ഞ 3-4 മാച്ചുകളായിട്ട് എല്ലാ കളികളിലും ഗോൾ ഇൻവോൾവ്മെന്റ്സ് ഉണ്ട്, റൈറ്റ്? അസിസ്റ്റ് ആയിക്കോട്ടെ, ഗോൾ ആയിക്കോട്ടെ, റൈറ്റ്? പിന്നെ ഗബ്രിയൽ ഹെസൂസ് പുള്ളിക്കാരന്റെ ഒരു കംബാക്ക് സ്റ്റോറിയാണ്. പുള്ളിക്കാരൻ ഒരു ഗോളൊക്കെ അടിച്ചു. ACL ടയറിംഗ് ഇഞ്ചുറി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അതിനുശേഷം ഒരു ഫുട്ബോളർ, എന്താ പറയുക, മുമ്പ് കളിച്ച പോലത്തെ പ്ലെയറിൽ ബിഫോർ ACL ആൻഡ് ആഫ്റ്റർ ACL എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ, ഒരു ടേം ഉണ്ടല്ലോ ഫുട്ബോളിൽ. അപ്പൊ ഗബ്രിയലും ഫോമിൽ വരാൻ തുടങ്ങി. അപ്പോ ഇറ്റ്സ് ഓക്കെ. ഇനി നമ്മളെ ഗ്യോക്കറേസും കൂടെ ഒന്ന് ഉഷാറായിട്ടുണ്ടെങ്കിൽ സൂപ്പറായി. ഞാനൊന്ന് യോക്രേഷിന്റെ കാര്യം ചോദിക്കുകയാണ്. എസ്പെഷ്യലി ഈ ലിങ്ക് പ്ലേ, ഇപ്പൊ റൈറ്റ് വിങ്ങിൽ സാക്കി ആയാലും ലെഫ്റ്റ് വിങ്ങിൽ മാർട്ടിനെല്ലി, അല്ലെങ്കിൽ ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് വരുന്ന ബോൾസ് ആയാലും ഇപ്പൊ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തൊക്കെ ഒരു കണക്ഷൻ വരുന്നുണ്ട്, ആ ഒരു മൂവ്മെന്റ് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആവുന്നുണ്ട്. സാക്ക കൊടുത്തിട്ടുള്ള കട്ട് ഡൗൺ പാസസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഫോം ഔട്ട് അല്ലെങ്കിൽ പുള്ളിയുടെ ഇഞ്ചുറി കഴിഞ്ഞ സീസണിൽ നിങ്ങൾ നല്ലോണം എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി എനിക്കൊന്ന് നല്ലോണം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, എനിക്ക് മിഡ്ഫീൽഡേഴ്സ് എസ്പെഷ്യലി സുബിമുണ്ടിയുടെ കാര്യം എടുത്തു പറയണം. വളരെ അണ്ടർ റേറ്റഡ് ആണ് പുള്ളി കളിക്കുന്ന കളിയായാലും പുള്ളിയുടെ ചില റൺസ് ഉണ്ട്, എസ്പെഷ്യലി മിഡ്ഫീൽഡിൽ നിന്ന് ആ ഒരു ഫൈനൽ തേർഡിലേക്കുള്ള റണ്ണ്.
അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഓപ്പൺ അപ്പ് ചെയ്യും. ഒന്നുകിൽ പുള്ളിക്ക് സ്കോർ ചെയ്യുക, അല്ലെങ്കിൽ പുള്ളി അതുപോലെ തന്നെ അസിസ്റ്റ് കൊടുക്കുകയും ചെയ്യും. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഡിഫൻസിനെ, ഓപ്പോസിറ്റ് ഡിഫൻസിനെ ഭയങ്കര കൺഫ്യൂസ് ആക്കും. അവര് നിങ്ങളെ യോക്കറേഷനെ മാർക്ക് ചെയ്ത് നിൽക്കുമ്പോഴായിരിക്കും മിഡ്ഫീൽഡിൽ നിന്ന് ഡെക്ലൻ റൈസ് അല്ലെങ്കിൽ സുബ്രഹ്മണ്യയുടെ റൺ വരുന്നത്. അത് എനിക്ക് തോന്നുന്നു ഒരു സർപ്രൈസിങ് ഫാക്ടർ തന്നെയാണ് ഈ സീസണിൽ. തീർച്ചയായിട്ടും ബ്രോ. നമുക്ക് യോക്കറസ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോ മീഡിയ ഇപ്പൊ ഒബ്വിയസ്ലി ഇപ്പൊ മെയിൻ സ്ട്രീം മീഡിയ ഒക്കെ യോക്കറസിനൊക്കെ ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. കാരണം പുള്ളിക്കാരനൊക്കെ തെറിവിളി ഇല്ലാന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരന്. ഒബ്വിയസ്ലി ഒരു സ്ട്രൈക്കറെ നമ്മൾ വാങ്ങുമ്പോൾ അതിന്റെ ഔട്ട്കം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഗോൾസ് ആണ്, റൈറ്റ്? ഒബ്വിയസ്ലി അതാണല്ലോ അതിന്റെ ഒരു എൻഡ് പ്രോഡക്റ്റ്. ഈ യോക്കറസിന്റെ കാര്യത്തില് അറ്റ്ലീസ്റ്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ കളിക്കുന്നുണ്ട്. പക്ഷെ ആസ്നലിന്റെ ഗെയിമിലല്ല പുള്ളിക്കാരൻ. അതിപ്പോ എങ്ങനെ പറയാ, ആസ്നലിന്റെ സ്റ്റൈൽ ഓഫ് പ്ലേയില് യോക്കറസിന് ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല, റൈറ്റ്? പുള്ളിക്കാരൻ മുമ്പ് കളിച്ചുവരുന്ന ടീമിലൊക്കെ ഇപ്പോ ഇസാക്ക് ന്യൂകാസിൽ കളിച്ച സമയത്ത് എങ്ങനെയാണ്, എവറിത്തിങ് ഗോസ് ത്രൂ ഇസാക്ക്, അങ്ങനെയായിരുന്നു അവരുടെ ഗോൾ വരാറുണ്ടെന്ന്. അങ്ങനത്തെ ടീമായിരുന്നു സ്പോർട്ടിംഗ് ലിസ്ബൺ ആസ് ഫാർ ആസ് ഐ ഹവ് നോൺ. സോ പുള്ളിക്കാരനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് കളിക്കുക. ഇതിപ്പോ ആസ്നലിൽ യോക്കറസ് ഇല്ലെങ്കിൽ ഗോൾ അടിക്കാൻ വേറെ 3-4 ആൾക്കാരുണ്ട്, റൈറ്റ്? ഒരു സ്ട്രൈക്കർ ഡോമിനന്റ് ഗെയിം പ്ലേ അല്ല ആസ്നല് കളിക്കുന്നത്, റൈറ്റ്? വിങ്സിലൂടെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, മിഡ്ഫീൽഡിലൂടെ വരുന്നുണ്ട്. പിന്നെ യോക്കറസിന്റെ ഫസ്റ്റ് ടച്ച് ഇസ് കൈൻഡ് ഓഫ് പുവർ, റൈറ്റ്? അപ്പൊ പുള്ളിക്കാരൻ അങ്ങനെ ഫസ്റ്റ് ടച്ച് വളരെ പുവറാണ്. പക്ഷെ അത് മാത്രമല്ല, പുള്ളിക്കാരന്റെ ഹോൾഡ് പ്ലേ ഇസ് റിയലി ഗുഡ്. ഇപ്പൊ കഴിഞ്ഞ ബോർഡ്മൗത്തിന്റെ കളിയിൽ ആ സെക്കൻഡ് ഗോൾ വന്നത്, ഫസ്റ്റ് ഗോള് ഗബ്രിയൽ അടിച്ചു, സെക്കൻഡ് ഗോള് റൈസ് ഫിനിഷ് ചെയ്തത്, പുള്ളിക്കാരൻ ഓൾമോസ്റ്റ് 4-5 ഡിഫൻഡേഴ്സിനെ വലിച്ചിട്ടാണ് ആ സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത്, റൈറ്റ്? ഇപ്പോ ചില ഒബ്സർവേഴ്സ്, ഞാൻ ഇപ്പൊ പല എന്താ പറയാ അനാലിസിസ് വീഡിയോസ് കാണുന്നവർ അവരൊക്കെ പറയുന്നത് യോക്കറസ് മെ നോട്ട് ബി സ്കോറിംഗ് ഗോൾസ്, പക്ഷേ പുള്ളിക്കാരന്റെ ഗോൾ ഇൻവോൾവ്മെന്റ് ഇസ് ഗുഡ്. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ മാക്സിമം ഡിഫൻഡേഴ്സിനെ വലിക്കുന്നുണ്ട്. അപ്പൊ ഒഡഗാർഡിന് മേ ബി കുറച്ച് റൂം കിട്ടുന്നുണ്ട് ബോൾ ഡ്രിബിൾ ചെയ്യാനും, പിന്നെ കറക്റ്റ് പിക്ക് ചെയ്യാൻ, കറക്റ്റ് പാസ് പിക്ക് ചെയ്യാനുള്ള ഒരു ടൈമും കിട്ടുന്നുണ്ട് എന്നുള്ളത്, റൈറ്റ്? അതാണ് യോക്കറസ്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ഒരു സ്ട്രൈക്കറിന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഗോൾ ഔട്ട്പുട്ട് ആണ്, റൈറ്റ്? എവറിബഡി വാണ്ട്സ് എ ഹാലൻഡ്. അങ്ങനത്തെ സംഭവമാണ്. പക്ഷെ അതിന് ടൈം എടുക്കുന്നുണ്ടാവും. പക്ഷെ ആസ് ഫാർ ആസ് ആർട്ടറ്റയുടെ പ്രസ് കോൺഫറൻസിലൊക്കെ പുള്ളിക്കാരൻ പറയുന്നത് ദേ ആർ വെരി ഹാപ്പി വിത്ത് യോക്കറസ്, ഹി ഈസ് ഡൂയിങ് എക്സാക്ട്ലി വാട്ട് ഈസ് സപ്പോസ് ടു ഡു, അങ്ങനെ പുള്ളിക്കാരൻ പറയുന്നത്. ഇനി സുബ്രഹ്മണ്യന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ വെരി അണ്ടർ റേറ്റഡ്, റൈറ്റ്? പക്ഷെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കണതാണ് നല്ലത്. ഈ മെയിൻ മീഡിയന്റെ മുമ്പിൽ വരുമ്പോ ഇവര് എടുത്തിട്ട് ഇപ്പൊ ഒരു സ്ലിപ്പ് അപ്പ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഗബ്രിയല് ആ മിസ്പാസ് കളിച്ചിട്ട് ബോൺമൗത്തിനെതിരെ ഗോൾ അടിച്ചില്ലേ, ഞാൻ അമേരിക്കൻ കമന്ററി ആണെന്ന് കേട്ടത്, അവര് എന്തൊക്കെയാ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യം വരും. അപ്പോ ഈ മെയിൻ സ്ട്രീം മീഡിയയിൽ വരാതെ നന്നായിട്ട് കളിച്ചാൽ മതി, ദാറ്റ്സ് ഇറ്റ്, റൈറ്റ്? പുള്ളിക്കാരൻ ഇപ്പോ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രേ ടീമിന് വേണ്ട ആവശ്യമുള്ളൂ, റൈറ്റ്? പെട്ടെന്ന് ഒരു മൂവ് നടത്തുന്നുണ്ട് പുള്ളിക്കാരൻ, പെട്ടെന്ന് ഒരു സ്റ്റബേൺ റണ്ണ് നടത്തുന്ന. ഇപ്പോ ആസ്റ്റൺ വില്ലക്കെതിരെ അടിച്ച ഗോള്, ഹി റാൻ ഫ്രം ദ ഫസ്റ്റ് ഹാഫ്, റൈറ്റ്? അപ്പൊ അങ്ങനെ പോയി അടിച്ചത്. സുബ്രഹ്മണ്യൻ ഈസ് ഓൾസോ അഡാപ്റ്റിംഗ് വെരി വെൽ. ഒഡഗാർഡിന്റെ ഫോമിന്റെ കാര്യം നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു. അപ്പൊ എല്ലാ പ്ലെയറും ഇപ്പോ ആ ഒരു വാശിയിലാണ്, ഇത് നമ്മളുടെ ഇയറാന്നുള്ള ഒരു കാര്യം അവരെല്ലാവർക്കും മനസ്സിലാവണം, അല്ലെങ്കിൽ ദാറ്റ്സ് വാട്ട് ദേ വോണ്ട് ടു ബിലീവ്. ആ ഒരു മെന്റാലിറ്റി ടീമിൽ ഇപ്പൊ മൊത്തം കാണാനുണ്ട്. അതിപ്പോ സ്റ്റാഫ്സിലായിക്കോട്ടെ, ആർസണൽ പ്ലേയേഴ്സിലായിക്കോട്ടെ, ഓൾ അറൌണ്ട് ദ ക്ലബ് ദർ ഇസ് എ ഗുഡ് ഫീലിംഗ്. അതെ, ഞാനൊന്ന് ജനുവരി വിൻഡോനെ പറ്റി ചോദിക്കണം. എന്താണ് ബ്രോ, വിൻഡോ ഓപ്പൺ ആണ്, ഇനി കുറച്ച് ദിവസം കൂടി ബാക്കിയുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും പൊസിഷനിൽ ബാക്കപ്പ് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഡിഫൻസിലേക്ക് പുതിയ ആൾ വരും എന്നൊക്കെ കേട്ടായിരുന്നു, അല്ലെങ്കിൽ വിങ്ങേഴ്സിനെ നിങ്ങൾ ആരെ നോക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തെങ്കിലും പുതിയ ഒരു സൈനിങ്സ് നടത്താൻ സാധ്യത കാണുന്നുണ്ടോ? തോന്നുന്നില്ല ബ്രോ, അൺലെസ് ഒരു ഭയങ്കര ഇഞ്ചുറി വരികയാണെന്നുണ്ടെങ്കിൽ അല്ലാതെ. പക്ഷെ ഈ യുവന്റസിന്റെ വിങ്ങർ ഒരു യങ് പ്രോട്ടേജ് ഉണ്ടല്ലോ, പുള്ളിക്കാരന്റെ പേര് ഈൽഡിസ് എന്നാണ് തോന്നുന്നു പുള്ളിക്കാരന്റെ പേര് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പിന്നെ ഇബ്രാഹിം ഡിയാസിന് ഒരു 50 million ബിഡ് വെച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അത് എത്രമാത്രം കറക്റ്റ് ആണെന്ന് അറിയില്ല. പക്ഷെ ഇപ്പോ ആർസണലില് സ്ട്രെങ്ത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ലെഫ്റ്റ് വിങ് ആണ്, റൈറ്റ്? അവിടെ നമുക്കിപ്പോ ഓൾറെഡി 3 പ്ലേയേഴ്സിന് കളിക്കാൻ പറ്റും. എബറേച്ചിയസ, പിന്നെ ലിയോണ്ടോ ട്രൊസാർഡ്, പിന്നെ ഗബ്രിയൽ മാർട്ടിനലി, റൈറ്റ്? ഇപ്പോ ആ ഒരു പൊസിഷൻ ഇപ്പൊ ലിയാൻഡ്രോ ഇപ്പൊ കൈയാക്കി വെച്ചിട്ടില്ല, കാരണം പുള്ളിക്കാരന്റെ പെർഫോമൻസ് അങ്ങനെയായിരുന്നു ഒരു 3-4 മാച്ചസ് ആയിട്ട്, ലൈക്ക് ഹീസ് ബീൻ ഡോമിനേറ്റിംഗ് ഇറ്റ്, റൈറ്റ്? പക്ഷേ ഒരു ലോങ് ടേം എന്നുള്ള രീതിയിൽ ഇപ്പൊ സെമെന്യോ വാസ് എ റിയലി ഗുഡ് ഫിറ്റ് ഫോർ ദ ടീം, റൈറ്റ്? പക്ഷേങ്കിൽ അങ്ങനത്തെ ഒരു ടാലന്റിനെ എത്ര കാലം ബെഞ്ചിൽ വെച്ചിരിക്കാൻ പറ്റും, അല്ലെങ്കിൽ മേ ബി ഹീസ് പ്രയോറിറ്റൈസിങ് മാൻ സിറ്റി മൂവ്. പുള്ളിക്കാരൻ ഇപ്പൊ ഓൾറെഡി പോയല്ലോ. അപ്പൊ ആ ഒരു ഏരിയ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും ഐ തിങ്ക് ആർസണൽ ഇസ് വെരി മച്ച് കവേർഡ്. ഐ ഡോണ്ട് തിങ്ക് അൺലെസ് ഒരു ഇഞ്ചുറി വരികയാണെന്നുണ്ടെങ്കിൽ എനി സൈനിങ്സ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പുള്ളിക്ക് പറയാൻ പറ്റില്ല, ബെർട്ട പലതും കുക്ക് ചെയ്യുന്നുണ്ടാവും. സോ നെവർ നോ. അതെ, അവസാനത്തെ ക്വസ്റ്റ്യൻ ബ്രോ, ഇന്ന് ലിവർപൂളിന്റെ ഫോം നോക്കിക്കഴിഞ്ഞാൽ അവര്
ഇപ്പോൾ ഡ്രോ വരുന്നു. ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഫാൻസിന്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ സ്ലോട്ടിനെതിരെ കുറച്ച് ഫാൻസ് ഒക്കെ സംസാരിക്കാൻ തുടങ്ങി. അവർ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് വരുന്നില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഈസി ഗെയിം ആയിരിക്കുമോ അല്ലെങ്കിൽ ഒരു ടഫ് മാച്ച് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്? എന്താണ് ഇന്നത്തെ ഒരു റിസൾട്ടിനെ പറ്റി പറയാനുള്ളത്? ഈസി മാച്ച് ഒരിക്കലും ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ബോസ്. ലിവർപൂൾ ആർ ലിവർപൂൾ എൻഡ് ഓഫ് ദി ഡേ, റൈറ്റ്? അവർക്ക് ഇപ്പൊ ഒരു ബാഡ് ഫോം ഉണ്ടാവും, പക്ഷെ ഇതൊരു ഡെർബി മാച്ച് പോലെയാണ്. ഡെർബി മാച്ച് വരുന്ന സമയത്ത് ദ ഫോം ഗോസ് ത്രൂ ദ വിൻഡോ എന്നാ പറയാ. അപ്പോ ഇതിപ്പോ ഈ ഒരു ഫയർ വരാൻ കാരണം സൊബസ്ലായി സ്കൈ സ്പോർട്സിന് കൊടുത്തൊരു ഇന്റർവ്യൂ ആണ്, റൈറ്റ്? പുള്ളിക്കാരൻ പറഞ്ഞു, വി ആർ നോട്ട് പ്ലേയിങ് ദ ചാമ്പ്യൻസ്, ദേ ആർ പ്ലേയിങ് ദ ചാമ്പ്യൻസ്, വിച്ച് ഇസ് ട്രൂ, റൈറ്റ്? പക്ഷെ അത് പലരിലേക്കും ഒരു സ്പാർക്ക്. അതിപ്പം മിക്കൽ ആർട്ടറ്റ ഒരു എന്താ പറയാ ഒരു പോസിറ്റീവ് രീതിയിൽ ഇതാ ഇങ്ങനെയാണ് അവൻ സംസാരിച്ചത്, നമ്മൾ ആരാണ് നമ്മൾ കാണിച്ചു കൊടുക്കണം, നമ്മളെ ഗ്രൗണ്ടിൽ അവർ വരണമെന്നൊക്കെ പറഞ്ഞിട്ട് എരികേറ്റ് വിട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കായിരിക്കും, റൈറ്റ്? പക്ഷേ ലിവർപൂൾ ഇസ് എ ടീം ടു ബി ഫിയർഡ്. അതിൽ ഒരു ഡൗട്ടും ഇല്ല. ദേ ഹാവ് ദ ക്വാളിറ്റി. ഇപ്പൊ ഒരു ബാഡ് റൺ ഓഫ് ഫോമിലാണ് പോണത്, പക്ഷേ അവർ നമ്മളെ ഗ്രൗണ്ടിലേക്കാണ് വരുന്നത്. അവരെ ഗ്രൗണ്ടിൽ വെച്ച് അവർ നമ്മളെ തോൽപ്പിച്ചു. രണ്ടാമത്തെ കളിയോ മൂന്നാമത്തെ കളിയോ വെച്ച് അവർ നമ്മളെ തോൽപ്പിച്ചു. സോ നൗ ഇറ്റ് ഇസ് ആർ ടേൺ. ആസ് എൻ ആർസണൽ ഫാൻ എന്താ പറയാ, ഇക്കളി ജയിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ ഗ്യാപ്പ് അങ്ങ് പോയി കിട്ടും. ഇപ്പൊ നല്ലൊരു ചാൻസ് ആണ് കിട്ടിയത്, ഒരു 8 പോയിന്റ് ഗ്യാപ്പ് വരാനുള്ളത്. സോ എന്തായാലും ജയിക്കണം, ബട്ട് ഇറ്റ്സ് നെവർ ഗോയിങ് ടു ബി എൻ ഈസി മാച്ച്. താങ്ക് യു സോ മച്ച് ബ്രോ ജോയിൻ ചെയ്തത്. ഇപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീക്കിൽ വീണ്ടും കാണാം. ജോയിൻ ചെയ്തതിന് വളരെ നന്ദി ബ്രോ. ഷുവർ ബ്രോ, താങ്ക് യു. ടേക്ക് കെയർ. ബൈ.